ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഖുർആനിൽ നിന്നുള്ള ചില വേർഡുകൾ, ചിലപ്പോൾ അത് ഖുറൈശികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഉള്ള വേർഡായിരിക്കും, അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ അറബി ഭാഷയിൽ ഉപയോഗിക്കാത്ത വേർഡായിരിക്കും. ഈ വേർഡൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണ് അബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, വഫാക്കിഹത്തൻ വ അബ്ബ, എന്താണ് ഈ അബ്ബ്, ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കാം. നാലാൾ കൂടുന്നിടത്തിലൊക്കെ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈത്തപ്പനയുടെ കൊലച്ചിൽ വെട്ടിവെച്ചിരുന്നു. ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വാദം? എങ്ങനെയാണ് വാദം? ശരി, അവിടെ പിടിച്ച് കെട്ടിയിട്ട് ഈത്തപ്പനയുടെ കൊല കൊണ്ട് 80 അടി അടിച്ചു, നല്ല അടി അടിച്ചു. അടി കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്നെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ ഈ കൊലച്ചിൽ മാറ്റിയിട്ട് വാളെടുത്തിട്ട് കഴുത്ത് വെട്ടിക്കൊള്ളി. കാരണം അടി ഇങ്ങനെ കൊള്ളുക എന്നുള്ളത് സഹിക്കുന്നില്ല. അതല്ല, ഞാൻ നന്നാവാൻ വേണ്ടിയാണ് അടിച്ചതെങ്കിൽ ആദ്യത്തെ അടിയിൽ തന്നെ ഞാൻ നന്നായിട്ടുണ്ട്. ഇനി ഞാൻ ഈ വക സംഭവം തന്നെ ഞാൻ ഇനി പറയൂല. അങ്ങനെ അദ്ദേഹത്തെ അഴിച്ചുവിട്ടു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അയാളൊന്ന് വീക്ഷിക്കണം, ഈ വക വർത്തമാനങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് കിട്ടി, അങ്ങനെയുള്ള യാതൊന്നും. അപ്പൊ ചില ഭരണാധികാരികൾ അതിൽ ഇടപെട്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ആ നിലക്കുള്ള ഫിത്നകൾ, ശുബ്ഹാത്തുകൾ ഇടാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് കാതുകൊടുത്ത്, അങ്ങനെയാണല്ലോ നിങ്ങൾ നോക്കൂ, ഇന്ന് എത്ര മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നിരീശ്വരവാദം സ്വീകരിച്ചത്. അവർ ദൈവമില്ല, മതമില്ല, മതത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ, ഖുർആനിനെ. എന്താ കാരണം? ഈ ജാതി ജാഹിലുകൾക്ക്, വിവരമില്ലാത്ത ആളുകൾക്ക് ചെവി കൊടുത്തു. ഖുർആനിൽ അറിവില്ലാത്ത ആളുകളൊക്കെയാണ്, അറബി ഭാഷ പോലും എന്താണെന്ന് അറിയാത്തവരൊക്കെയാണ് ഖുർആൻ വ്യാഖ്യാനിച്ച് അർത്ഥം പറയുന്നത്. ഒരു നിരീശ്വരവാദി ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എ ജബ്ബാർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, അയാൾ ഖുർആൻ അള്ളാഹുവിൻ്റെതല്ലാന്ന് വാദിക്കുന്ന, ദൈവമില്ലെന്ന് വാദിക്കുന്ന, പരലോകമില്ലെന്ന് വാദിക്കുന്ന ആളാണ്. മൂപ്പരും തഫ്സീർ ക്ലാസ്, ആ തഫ്സീർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആളുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ നിഷേധികൾ ഖുർആനിൽ ആയത്തോതി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടം വരും ഖിയാമത്ത് നാളിന് മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണിത്. ഈ നിലക്കുള്ള ദജ്ജാലുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ അപകടം. അങ്ങനെ ചെവി കൊടുക്കുമ്പോഴാണ് ഇസ്ലാം എന്ന ആളുകൾ അകന്നു പോകുന്നത്, നമ്മുടെ മക്കൾ അകന്നു പോകുന്നത്. പ്രാർത്ഥിക്കണം, ശ്രദ്ധിക്കണം, കരുതലെടുക്കണം.